തിരക്കഥയുടെ ബാലപാഠങ്ങൾ പോലും അറിയില്ല എന്ന് പറയാൻ സാധിക്കില്ല. കാരണം KG ജോർജിനും മറ്റുമൊപ്പം ശ്രീനിവാസൻ ചില സിനിമകളിൽ അന്ന് തിരക്കഥയുടെ ചില മേഖലകളിലെങ്കിലും പങ്കെടുത്തിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. ആദ്യതരമായ ഓടരുതമ്മാവ ആളറിയാം 1984 റിലീസ് ചെയ്തു. വൻ വിജയമായി മാറി ആ സിനിമ. സത്യനന്ദിക്കാട് ശ്രീനിവാസനെ അവസാനമായി കാണാൻ എത്രയോ സിനിമകളിൽ ഒരുമിച്ച് ജോലി ചെയ്ത മലയാളികൾക്ക് ഹാസ്യാത്മകമായ വിമർശനാത്മകമായ എത്രയെത്രയോ സിനിമകൾ സമ്മാനിച്ച സത്യനന്ദിക്കാട് കുടുംബസമേതം അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏറെ ഹൃദയബന്ധമുള്ള വർഷങ്ങളുടെ പതിറ്റാണ്ടുകളുടെ ബന്ധമുള്ള രണ്ട് ചലച്ചിത്ര പ്രവർത്തകർ. തനിക്കൊപ്പം എത്രയോ വർഷങ്ങൾ ജോലി ചെയ്ത പ്രിയപ്പെട്ട സുഹൃത്തിനെ കാണാനായി അവസാനമായി ഒരു നോക്ക് കാണാൻ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എത്ര മനോഹരമായ അഭിമുഖങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച രണ്ട് അതുല്യ പ്രതിഭകൾ. ഏറെ വൈകാരികമായ പല രംഗങ്ങൾക്ക് ടൗൺ ഹാള് സാക്ഷ്യം വഹിക്കുകയാണ്. സത്യനന്ദിക്കാടിൻ്റെ മനസ്സിലൂടെ എത്രയോ ഓർമ്മകൾ കടന്നു പോകുന്നുണ്ടാകും. എത്രയോ തിരക്കഥകൾ, എത്രയോ സിനിമ ഷൂട്ടിംഗ് സന്ദർഭങ്ങൾ, എത്രയോ തമാശകൾ, എത്രയോ ജീവിതാനുഭവങ്ങൾ. സത്യനന്ദിക്കാടിൻ്റെ മനസ്സിലൂടെ ഒരുപക്ഷെ കടലിരമ്പം പോലെ അതൊക്കെ കടന്നു പോകുന്നുണ്ടാകും. തനിക്കൊപ്പം ഇനി സീനിയില്ല എന്നുള്ള ഏറ്റവും ദുഃഖകരമായ ഓർമ്മകളിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ തൊട്ടടുത്ത് തൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ ഭൗതിക ശരീരത്തിന് തൊട്ടടുത്ത് ഇരിക്കുന്നു. ഡാനി പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, ഏറ്റവും വൈകാരികമായ രംഗമാണ്. ഏറ്റവും അടുത്ത എത്രയോ നല്ല സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ച സത്യനന്ദിക്കാട് അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. രഞ്ജിത്ത്, സത്യനന്ദിക്കാട് വന്നിരിക്കുന്നു. ആലോചിക്കുകയായിരുന്നു എത്രമാത്രം ഓർമ്മകളുടെ ഒരു വലിയ തിരതല്ലൽ ആ മനസ്സിലുണ്ടായിരിക്കുമെന്ന്. കാരണം സത്യനന്ദിക്കാട് ശ്രീനിവാസൻ ഒരു കൂട്ടുകെട്ട് എന്ന് പറയുന്നത് അവർ സിനിമ ചെയ്ത കാലത്തോളം, അത്ര കാലത്തോളം മലയാളി മറക്കാനാവാത്തൊരു കൂട്ടുകെട്ട് തന്നെയാണ്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. കാരണം ശ്രീനിവാസൻ്റെ തിരക്കഥയിൽ സത്യനന്ദിക്കാട് ചിത്രമൊരുക്കുമ്പോൾ അതിൽ പറയാനും കേൾക്കാനും സംസാരിക്കാനുമെല്ലാം ഒരുപാടുണ്ടാകും. അതിലൂടെയാണ് ഇന്ന് നമ്മൾ കാണുന്ന വളരെ ഗൃഹാതുരത്വമാർന്ന പല കഥാപാത്രങ്ങളും പല കഥാപരിസരങ്ങളും എല്ലാം നമ്മൾ കാണുന്നത് അവിടെ നിന്നാണ്. എങ്ങനെയാണ് നമുക്ക് ആ കഥാപാത്രങ്ങളെ മറക്കാനായിട്ട് സാധിക്കുക? പിന്നീടൊരിക്കൽ സത്യനന്ദിക്കാട് തന്നെ പറഞ്ഞിട്ടുണ്ട്, തൻ്റെ പഴയ സിനിമകളെ എടുത്തു നോക്കുമ്പോൾ പലരും തന്നെ ഇവിടുന്ന് ഈ ലോകത്തെ ജീവിതം മതിയാക്കി മടങ്ങിപ്പോയിരിക്കുന്നു. ആരും തന്നെ അവശേഷിക്കാത്ത ചില ഫ്രെയിമുകൾ പോലുമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അത് കൂടുതലും സൂചിപ്പിച്ചത് പൊന്മുട്ടയിടുന്ന താറാവെന്ന സിനിമയുടെ ആ ഒരു കോംബോ സീനുകളെ കുറിച്ചാണ്. നമുക്കൊരിക്കലും മറക്കാനായിട്ട് ആ ചിത്രത്തെ കഴിയില്ല. കാരണം എത്ര സുന്ദരമായാണ് ഒരു ഗ്രാമീണതയിൽ നിന്നുകൊണ്ട് ആ ഒരു കഥ അദ്ദേഹം പറഞ്ഞത്. ശ്രീനിവാസൻ്റെ കൂട്ടുകെട്ടിൽ പിറന്ന നിരവധിയായ ചിത്രങ്ങൾ. നമുക്ക് സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നൊരു ചിത്രമുണ്ട്. ആ ചിത്രത്തിൽ പിന്നീടൊരിക്കൽ ശ്രീനിവാസനെ കുറിച്ച് സത്യനന്ദിക്കാട് പറഞ്ഞത് ആ കഥ ശ്രീനിക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. കാരണം അദ്ദേഹം തന്നെ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട്. വീട് ജപ്തി ചെയ്തു പോകുന്ന മോഹൻലാൽ നായക കഥാപാത്രമാകുന്ന ആ ഒരു ചിത്രം.
അത് പലപ്പോഴും തന്നെ അത് കാണുമ്പോൾ അത് പിന്നീട് ഒരു പ്രതീക്ഷയുടെ ഒരു തുണ്ട് ബാക്കി വെച്ചാണ് ആ ചിത്രം അവസാനിക്കുന്നത്. പക്ഷേ അതിൽ സ്വന്തം വീട് ജപ്തി ചെയ്തു പോകുന്നതിൻ്റെ ആ ഒരു അവസ്ഥ, മാനസികാവസ്ഥ മോഹൻലാൽ അത് പറയുന്നുണ്ട്. പിന്നീട് ശ്രീനിവാസനെ കുറിച്ച് സത്യൻ അന്തിക്കാട് പറഞ്ഞിട്ടുണ്ട്, ശ്രീനി കടന്നുപോയത് ആ ഒരു മാനസിക തലത്തിലൂടെയാണ്. ശ്രീനിയും ഇതേപോലൊരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ സ്വന്തം ജീവിതാനുഭവങ്ങൾ പലപ്പോഴും ഒരു വിമർശന ബുദ്ധിയോടുകൂടി, ഒരു നിരീക്ഷണ പാടവത്തോടുകൂടി അദ്ദേഹം കാണുന്നത്. ആ സിനിമയുടെ ഒരു 90% നമ്മൾ ചിരിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവസാന 10% വരുമ്പോഴാണ് അതിൻ്റെ ഒരു റിയാലിറ്റി, വലിയ രീതിയിലൊരു സങ്കടം എങ്ങനെ പൊതിഞ്ഞാണ് അത് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതേപോലെ തന്നെയായിരുന്നു മറ്റു പല ചിത്രങ്ങളിലും കാണുന്നത്. ശ്രീനിവാസന് മാത്രമുള്ള ഒരു കൈയടക്കമാണത്. ശ്രീനിവാസൻ മാത്രം കൈകാര്യം ചെയ്താൽ ശരിയാകുന്ന ഒരു കാര്യം മാത്രമാണത്. എത്ര സിനിമയിൽ അദ്ദേഹം സ്വയം തന്നെ ഒരു കഥാപാത്രം വിമർശനത്തിന് വിട്ടുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ തന്നെ ചിരിക്കാനുള്ളൊരു വസ്തുവാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹം എത്ര രസകരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നോക്കിയാൽ കാണാം. നമ്മൾ ഉദയനാണ് താരത്തിൽ പറയുന്ന ആ ഡയലോഗ് ഒരിക്കലും മറക്കില്ല, മേക്കപ്പിനെല്ലാം ഒരു പരിധിയില്ലെന്ന് ശ്രീനിവാസൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ചോദിക്കുന്നു. തെന്മാവിൻ കുമ്പത്തിലെ അപ്പക്കാളയെ നമ്മൾ ഓർക്കുന്നുണ്ട്. അങ്ങനെ എത്രയെല്ലാം കഥാപാത്രങ്ങൾ ഇതിലൂടെ നമുക്ക് എല്ലാം തന്നെ അറിയാവുന്നൊരു സാഹചര്യമുണ്ട്. ശ്രീനിവാസന് മാത്രം കഴിയാവുന്ന ചില മേഖലകളാണ്, അദ്ദേഹത്തിന് മാത്രം കടന്നു ചെല്ലാൻ കഴിയുന്ന ചില വരികളും വാക്കുകളും എല്ലാം തന്നെയാണ്. അദ്ദേഹം അങ്ങനെ തന്നെയാണ് ചുറ്റുപാടുകളെ കണ്ടിരുന്നത്. തന്നെ പലപ്പോഴും അതൊരു മറ്റുള്ളവർക്ക് ചിരിക്കുക, അതിലൂടെ ചിന്തിപ്പിക്കുക എന്ന രീതിയിലേക്ക് അദ്ദേഹം സന്നിവേശിപ്പിക്കുന്ന അത്ഭുതകരമായ സിദ്ധിയുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു അദ്ദേഹം. എത്ര രസകരമായാണ്, നേരത്തെ രഞ്ജിത്ത് പറഞ്ഞു പോകുമ്പോൾ ശ്രദ്ധിക്കുകയായിരുന്നു, എത്ര രസകരമായാണ് അദ്ദേഹം സന്ദേശം എന്ന സിനിമ കൈകാര്യം ചെയ്തത്. സന്ദേശം എന്ന സിനിമയെ മറികടക്കാൻ കഴിയുന്ന ഒരു പൊളിറ്റിക്കൽ സറ്റയർ സംഭവങ്ങൾ ഇനിയൊരു കാലത്തുണ്ടാകുമോ? ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം രഞ്ജിത്ത്. കാരണം അത്ര കൈയൊടക്കത്തോടെ, അത്ര ഒതുക്കത്തോടെ ആരെയും വിമർശിക്കുന്നുണ്ട്, പല പാർട്ടികളെയും അതിന് വിമർശിക്കുന്നുണ്ട്. പക്ഷേ ആ പാർട്ടി പ്രവർത്തകർ പോലും, അല്ലെങ്കിൽ ആ ആശയം കൈകാര്യം ചെയ്യുന്ന പാർട്ടി പ്രവർത്തകർ പോലും അത് കണ്ട് അന്തം വിട്ടിരുന്ന് ചിരിക്കും. ഇന്നും അവർ പരസ്പരം അത് തമാശയോടുകൂടി കൈകാര്യം ചെയ്യും. ഒരുപക്ഷെ നമ്മൾ കടന്നു പോകുന്നത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് ആ സിനിമയിലെ മുഴുവൻ ഡയലോഗുകളും തന്നെ ഒരുപക്ഷെ ഇന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർത്തെടുത്ത എത്ര പേരുണ്ടാകും. കാരണം അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മാജിക് ടച്ച് എന്ന് എല്ലാം തന്നെ നമുക്ക് പറയാവുന്നത്. തലയണ മന്ത്രത്തിലെ തളത്തിൽ ദിനേശൻ അങ്ങനെ നമുക്കിടയിലെല്ലാം തന്നെ ഉള്ള ഒരു മനുഷ്യൻ തന്നെയാണ് എന്ന്, എല്ലാവരിലും അതിൻ്റെ ഒരു അംശമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ശ്രീനിവാസൻ്റെ എഴുത്തുകൾ. കാരണം ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ എല്ലാവരിലും കാണാവുന്നൊരിടം അവിടെയെല്ലാം അവശേഷിപ്പിക്കുന്നുണ്ട്. എത്ര രസകരമായ ആ സിനിമകളും ആ വിഷയങ്ങളും എല്ലാം തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു. വീടിനകത്തെ ആ കുടുംബവിശേഷങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ട് പിന്നീട് തലയണ മന്ത്രം അതിലേക്കെല്ലാം തന്നെ എത്തുമ്പോൾ ഒരു കുടുംബത്തിനകത്തെ വിഷയങ്ങൾ, ഇതെല്ലായിടത്തും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളത് തിരിച്ചറിഞ്ഞ് അതിനെ ഒരു